ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ പാർട്സ് വരട്ടിയതാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേ പാർട്സ് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കരൾ ഭാഗം മാറ്റി വെക്കാം. എന്നിട്ട് വേവുള്ള ഭാഗം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് കുക്കറിൽ വിസലടിച്ചെടുക്കാം. ഒരു വിസൽ വരാൻ സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വേവ് കുറഞ്ഞ കരൾ ഭാഗം വേവിച്ചെടുക്കാം. അതിനായിട്ട് മസാല ആദ്യം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് പാർട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാർട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ചതച്ച മുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കാം.
ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.